അങ്ങനെ നമ്മുടെ ഷാജി കല സംവിധാനം ചെയ്ത് ജോജോ ജോർജ് മെയിൻ ലീഡിൽ വന്നിട്ട് ഇപ്പൊ തിയേറ്ററിൽ, അതായത് ഇന്ന് തിയേറ്ററിൽ റിലീസ് ചെയ്ത മൂവിയാണ് വരവ്. അത് കുറച്ച് ആ ട്രെയിലറൊക്കെ കണ്ട് അത്യാവശ്യം നല്ല പ്രതീക്ഷയോടെയാണ് സിനിമയ്ക്ക് ഇരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നമ്മുടെ പണി സിനിമയൊക്കെ ഉണ്ടല്ലോ, പണി സിനിമ, ഒരു ആന്റണി സിനിമ, ട്രെയിലർ കണ്ടപ്പോൾ അതേ ഒരു വൈബൊക്കെ തോന്നി. അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റിയ ഒരു മാസ് ആക്ഷൻ മൂവി, ആ രീതിക്കൊക്കെ എന്താ പറയാ, ഒന്ന് കണ്ടിരിക്കാൻ പറ്റിയ മൂവിയാണെന്നാണ് ആ സിനിമ ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതുകൊണ്ട് കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. അതിൻ്റെ ഒരു പോസ്റ്റേഴ്സ് ആണെങ്കിലും അതിൻ്റെ ഫോട്ടോയൊക്കെ ഒരു എന്താ പറയാ, ഒരു മാസി ഫീൽ ഉണ്ടായിരുന്നു നമ്മുടെ ജോജോ ജോർജിന്. ജോജോ ജോർജ് അല്ലാതെ പിന്നെ നമ്മുടെ ആരൊക്കെ, നമ്മുടെ ബാബുരാജ് ഉണ്ട്. അങ്ങനെ കുറച്ച് നല്ല കാസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ബൈജു, പിന്നെ നമ്മുടെ അസീസ്, അങ്ങനെ കുറച്ച് നല്ല കാസ്റ്റിംഗ് സിനിമയ്ക്കകത്തുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്. പിന്നെ ഇതിന്റെ കഥ എഴുതിയിരിക്കുന്ന വേറൊരാളാണ്, ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ഷാജി കൈലാസാണ്. എന്താന്ന് അറിയാമോ, സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ അവിടെ നമ്മുടെ നരസിംഹം അവിടെ നിൽക്കുന്നേ ഉള്ളൂ, ഇങ്ങോട്ട് വന്നിട്ടില്ല. ബസ് കിട്ടില്ല എന്ന് തോന്നുന്നു. ബസ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് എങ്കിലും പിടിച്ച് വരേണ്ടതായിരുന്നു. അവിടെ കിടക്കുന്ന അന്നത്തെ കാലത്ത് ഇറങ്ങേണ്ട കുറെ സിനിമകൾ അന്നത്തെ കാലത്ത് ഇറങ്ങിയാൽ ഹിറ്റാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ അത്ര മോശം പടമൊന്നല്ല പറയുന്നത്. പക്ഷെ ഒരു പ്രത്യേകിച്ച് വലിയൊരു സംഭവം കഥയൊന്നുമില്ല. ഒരു നമ്മൾ കണ്ടു മടുത്ത് അങ്ങനെ നമ്മൾ പഴകി കഴിഞ്ഞ അങ്ങനത്തെ ഒരു സ്റ്റോറിയാണ് ആ സിനിമയിൽ. നമ്മൾ അത്ര വലിയ ഒരു ഇൻട്രസ്റ്റോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റോ ഒന്നും തോന്നൂല. ഒരു നമ്മൾ കണ്ടു മടുത്ത കുറേ കഥകൾ നമുക്ക് ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും കണ്ടോണ്ടിരിക്കുമ്പോൾ. അങ്ങനെ വലിയ ഒരു പഴയ പണ്ട് ഇറക്കേണ്ട സിനിമ, പണ്ട് ഏതോ കാലത്ത് ഇറക്കേണ്ട പടങ്ങളൊക്കെ എടുത്ത് ഇപ്പൊ ഇറക്കിക്കണ്. അന്ന് ആ നരസിംഹം ആ സമയത്ത് കിടക്കുന്നേ ഉള്ളൂ, പുള്ളി ഇങ്ങോട്ട് വന്നിട്ടില്ല വണ്ടിയും പിടിച്ച്. ഷാജി കൈലാസ് സിനിമ എടുക്ക നിൽക്കുന്നതാണ് നല്ലത്, നിർത്തുന്നതാണ് നല്ലത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒന്നീ അപ്ഡേറ്റ് ആവണം, അല്ലെങ്കിൽ ഉള്ള ചെറിയ സ്റ്റോറിയെ നന്നായിട്ട് എടുക്കാൻ ശ്രമിക്കണം. ഇത് അതിലെടുത്തേക്കണ കൊടുത്തേക്കണ ആ ഒരു സ്ലോ മോഷൻ പരിപാടിയും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ ആ സമയത്ത് കണ്ടിട്ടുള്ള കുറേ സിനിമകൾ, ഷാജി കൈലാസിന്റെ തന്നെ കുറേ സിനിമകൾ നമുക്ക് ഫീൽ ചെയ്യും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ തന്നെ ആ രീതിക്ക് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് ആ സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ച് മാറ്റങ്ങളോ ഒന്നും ഇല്ലാതെ തന്നെ. പക്ഷെ പോസിറ്റീവായിട്ട് എനിക്ക് സിനിമയ്ക്കകത്ത് തോന്നിയത് ജോജോ ജോർജ്. എൻ്റെ മോനെ, പുള്ളിക്കാരുണ്ടല്ലോ, ഒരു എന്താ പറയാ, ഒരു ഹൾക്ക് വന്ന് നിൽക്കുമല്ലോ, ഒരു ഹൾക്ക് വന്ന് സ്ക്രീനിൽ നിന്ന് എങ്ങനെ ഇരിക്കും, അത് കണക്ക് പുള്ളി വന്ന് നിൽക്കുമ്പോൾ അടി എന്ന് പറഞ്ഞാൽ കിൻഡലടി. നമ്മുടെ ഡോൺലി ഉണ്ടല്ലോ, ആ ഡോൺലി, പിന്നെ അല്ലെങ്കിൽ നമ്മുടെ ലാലേട്ടൻ, അല്ലെങ്കിൽ പെപ്പെ, അതൊക്കെ ഇടിക്കുമ്പോൾ നമുക്കൊരു ഫീൽ വരുമല്ലോ. അത് പുള്ളിക്കാരന് ഓൾറെഡി അങ്ങനെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ഈ സിനിമയിലൊന്നും മാത്രം പുതിയതായിട്ടൊരു കാര്യമൊന്നുമല്ല. നമ്മുടെ പൊറിഞ്ചുമറയും ജോസിലൊക്കെ പുള്ളിയുടെ ഇടിയെ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ, അമ്മാതിരി കിൻഡൽ ഇടിയാണ് പുള്ളിയുടെ. അപ്പൊ അത് ആ ഒരു സെയിം സാധനം ഇതിൻ്റെ അകത്ത് നല്ല രീതിക്ക് കാണാം. കാരണം ഫൈറ്റൊക്കെ അത്യാവശ്യം കുറേ പേരെന്തോ ചേർന്നാ ഈ ഫൈറ്റൊക്കെ ചെയ്തത്. ഇതിന്റെ ഫൈറ്റ് വെച്ച് കുറേ പേരൊക്കെ ചേർന്നാണ് ഇതിന്റെ ഫൈറ്റ് ചെയ്തത്. അപ്പൊ അങ്ങനത്തെ ഒരു ഫീൽ നമുക്ക് തോന്നും കണ്ടോണ്ടിരിക്കുന്ന സമയത്ത്. പക്ഷെ എന്നാ പോലും എന്താ പറയാ, പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല സിനിമയ്ക്കകത്ത്. ആ ഒരു ഫൈറ്റ് സീൻസും ജോജോ ജോർജിനെ അല്ലാതെ വേറെ എനിക്ക് പോസിറ്റീവായിട്ട് പറയാൻ എനിക്ക് ഒന്നും തന്നെ ഇല്ല. പിന്നെ ഇതുകളൊക്കെ കുറച്ച് പോസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു സിനിമയില്. അങ്ങനെ പോസ്റ്റേഴ്സൊക്കെ അത്യാവശ്യം അടിപൊളിയായിരുന്നു. എന്താ പറയുക, നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു. നല്ല കാണാൻ നമുക്ക് കുറച്ച് ഇൻട്രസ്റ്റ് വരുന്നതാണ്. ഈ പണി സിനിമയൊക്കെ നമ്മൾ കാണാൻ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ആ ഒരു ടൈപ്പ് സാധനമാണ് ഈ ഒരു പോസ്റ്റേഴ്സിലും ട്രെയിലറിലൊക്കെ തോന്നിയത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ജസ്റ്റ് സ്ട്രിക്ട്ലി ഒരു ബിലോ ആവറേജ്, അത്രയൊക്കെ എനിക്ക് തോന്നിയുള്ളൂ. ബിലോ ആവറേജ് ആ ഒരു ജോജോ ജോർജിനും ഫൈറ്റിനും കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൊടുക്കുക. പിന്നെ ബി ജി എംസ് ഒന്നും നമ്മൾ എന്താ ഒരുപാട് കേട്ടിട്ടുണ്ട് നമ്മൾ. അതിന്റെ ബി ജി എംസ് ഒക്കെ നമ്മൾ എവിടെയൊക്കെ കേട്ട മറന്ന, അല്ലെങ്കിൽ എവിടെയൊക്കെ വേറെ ഏതൊക്കെ സിനിമയിൽ കേട്ട് മറന്ന് അങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. നമുക്കൊരു ഫ്രഷ്നെസ്സോ അല്ലെങ്കിൽ ഒരു കിടിലം വാവ് സാധനം അതൊന്നും ഇല്ല. സ്ലോ മോഷൻ പരിപാടികളൊക്കെ കുറെ പിടിച്ചിട്ടുണ്ട്. സ്ലോ മോഷൻ പരിപാടി കുറെ പിടിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മള് എന്താ പറയാ, വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സീനിൽ ചുമ്മാ കുറെ സ്ലോ മോഷനും ബി ജി എമ്മും ഒക്കെ അങ്ങ് എടുത്ത് അടുക്കി കൂട്ടി അങ്ങ് വെക്കുക, ആ സിനിമയാക്കുക. അതാണ് ഈ പരിപാടി. പ്രതികാര കഥയാണെങ്കിലും ഒരു റിവഞ്ച് സ്റ്റോറിയാണ്. അതില് തുടക്കമൊക്കെ ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടുവരുന്നുണ്ട്. എന്താണ് സംഭവം എന്ന് അറിയാൻ നമുക്കൊരു ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. എന്താണ് സംഭവം, ഇഷ്യൂ എന്നറിയാൻ ഒരു ക്യൂരിയോസിറ്റി തോന്നുന്നുണ്ട്. എന്നാൽ പോലും അത് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് പോവും. നമുക്ക് പിന്നെ അത് അറിയണമെന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ അങ്ങ് പോകും. പക്ഷെ ഇന്റർവെല്ലില് ഒരു സാധനം കൊള്ളായിരുന്നു. ഇന്റർവെല്ലിൽ കുറച്ച് സാറ്റിസ്ഫൈ നമുക്ക് തന്നു. ആ ഒരു സീന് കാണുമ്പോൾ നമുക്ക് കുറച്ച് സാറ്റിസ്ഫൈ ആവും. ആ ഒരു സീന് കാണുമ്പോൾ ചിലർക്കെങ്കിലും കാണുമ്പോൾ നന്നായി എന്നൊരു ഫീല് വരും. അല്ലാതെ സിനിമയ്ക്കകത്ത് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ തോന്നിയിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് ഈ ഒരു ഫൈറ്റ് സീൻസും ജോജോ ജോർജിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും അല്ലാതെ
എനിക്ക് അതിൽ പ്രത്യേകിച്ച് പോസിറ്റീവായിട്ട് പറയാൻ സിനിമയ്ക്ക് അതെനിക്ക് തോന്നിയില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. ഒരു ആക്ഷൻ മൂവിയെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അങ്ങനെ റെക്കമെൻഡ് ഒന്നും ചെയ്യുന്നില്ല. ഷാജി കൈലാസിന്റെ പഴയ പടങ്ങളൊക്കെ കണ്ടാൽ നമുക്ക് ഫീൽ തന്നെയാണ്. അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക സിനിമ. ഇത്രയൊക്കെ തന്നെയാണ്, വേറൊന്നുമില്ല. അപ്പം നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കണ്ടു നോക്ക്. അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.